ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും ലോകത്തെ മൊത്തം വളരെ ആകാംക്ഷയിലും, ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ മുൾമുനയെ നിർത്തിയിരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്ത് എന്ത് സംഭവിക്കും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് രാജ്യങ്ങൾ. പണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആ രണ്ട് രാജ്യങ്ങളെ മാത്രമേ അത് ബാധിക്കൂ, ശരിയല്ലേ? പണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം, അത് അത്യാവശ്യം അവരെയാണ് ബാധിച്ചത്, പിന്നെ അതിന് ചുറ്റുമുള്ളവരെയൊക്കെ. പക്ഷേ ഇന്ന് എവിടെയെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു, അല്ലേ? ഇപ്പോൾ ഇറാനിലാണ് യുദ്ധം എന്നല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലാണ് യുദ്ധം എന്ന് പറയുമ്പം നമ്മളെല്ലാം അത് ബാധിച്ചു. എത്രയോ പേരുടെ ജോലി പോകുന്നു, എത്രയോ പേരുടെ വരുമാനം നിന്നു, എത്രയോ പേര് ആത്മഹത്യക്ക്, ഇതിനോടൊക്കെ എത്ര പേര് ജീവൻ അവസാനിപ്പിച്ചു എന്നറിയാം, നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഡേവിഡ് വിൽക്കർസൺ എന്ന് പറഞ്ഞ ദേവദാസനുണ്ടായിരുന്നു അമേരിക്കയിൽ, ന്യൂയോർക്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ചർച്ച ഉണ്ടായിരുന്നില്ല, അതിപ്പോഴും ആ ചർച്ച അവിടെയുണ്ട്. അദ്ദേഹം 1985 ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം സെറ്റ് ദ ട്രംപറ്റ് ടു ദൈ മൗത്ത്, കാഹളം നിൻ്റെ വായിൽ വെച്ച് ഊതുക എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ ഒരു പ്രവചനമായി ചില വരികൾ താൻ അതിനകത്ത് കുറിച്ചിട്ടു. ആ വരികൾ ഇന്ന് 40 വർഷം മുമ്പ് എഴുതിയൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം അമേരിക്കയെക്കുറിച്ചാണ്, താൻ അമേരിക്കക്കാരനായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ താൻ പ്രവചിച്ചിട്ടുള്ള അമേരിക്കയോടാണ് പ്രവചിച്ചത്. അദ്ദേഹം പ്രവചിച്ച ചില കാര്യങ്ങൾ, ഒരു വലിയ തീക്കുണ്ടം, അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ദ സ്മോക്ക് വിൽ റൈസ് നൈറ്റ് ആൻഡ് ഡേ ആസ് എ വാർണിംഗ് ഓഫ് ദ ഗ്രേറ്റർ ഹോളോകോസ്റ്റ് യെറ്റ് ടു കം. ദർ വിൽ ബി ബോംബ്സ് ഫാളിംഗ് ഓൺ ഓയിൽ ഫീൽഡ്സ്, എണ്ണപ്പാടങ്ങളിൽ ബോംബുകൾ വീഴും. ഓൺ ഷിപ്പിംഗ് ഡോക്സ്, തുറമുഖങ്ങളിലും കപ്പലുകളിലും. ആൻഡ് സ്റ്റോറേജ് ടാങ്ക്സ്, അവിടെയൊക്കെ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടല്ലോ, അത് എണ്ണയായാലും ശരി എന്തായാലും ശരി, അതിന്മേൽ വീഴും. ദർ വിൽ ബി പാനിക് എമംഗ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ്, എണ്ണ ഉൽപ്പാദകരുടെ ഇടയിൽ വലിയ പാനിക് ഉണ്ടാവും. ആൻഡ് ഷിപ്പിംഗ് കമ്പനി നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഹോർമൂസ് ആ ഇടുക്കിൽ എത്ര കപ്പലാണ് കുടുങ്ങി കിടക്കുന്നതെന്നറിയാമോ? അത് കുടുങ്ങി കിടക്കുക, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. ആൻഡ് അപ്പോൺ ഓൾ നേഷൻസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദാറ്റ് ഓയിൽ, അതുവഴി അല്ലെങ്കിൽ ഇവരുടെ എണ്ണ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അന്ന് എഴുതി വെച്ചിരിക്കുന്നത്, സൂൺ ആൻഡ് വെരി സൂൺ ആൻ എക്കണോമിക് നൈറ്റ് മെയർ വിൽ എക്സ്പ്ലോഡ് ഇൻ ടു റിയാലിറ്റി. ഒരു സാമ്പത്തികമായ ഒരു വലിയ ഒരു സ്ഫോടനം ഉണ്ടാകും. സ്ഫോടനം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവല്ല, നെഗറ്റീവാണ്, അല്ലേ? കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുന്നു. ഇതൊരു വല്ലാത്തൊരു ഭയപ്പെടുന്നൊരു വാർത്ത തന്നെയാണ്. ഇന്ന് ഏകദേശം നമുക്ക് ലോക വാർത്തകൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ഏകദേശം സത്യം. എവിടൊക്കെയാണ് ഇത് വന്ന് ഓരോ ഡ്രോണും ഓരോ മിസൈലും വീഴുന്നതെന്നുള്ളത് നമുക്കറിയാം.